ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അവയർനെസ് വീഡിയോ ആണ്. 60 വയസ്സിന് ശേഷമുള്ള ജീവിതത്തിൽ സ്വയം ആശ്രയത്തിൻ്റെ പ്രാധാന്യം. ജീവിതത്തിൻ്റെ 60-ാം വയസ്സിന് ശേഷം മനുഷ്യൻ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നു. എല്ലാവരും ജോലി ജീവിതമൊക്കെ അവസാനിക്കുന്ന ഘട്ടമാണ്. അവരുടെ കുട്ടികൾ അവരുടെ സ്വന്തം ജീവിതത്തിലേക്ക് കടക്കുന്നതും ശാരീരിക ശക്തിയിൽ ചെറിയ കുറവുകൾ അനുഭവപ്പെടുന്നതുമൊക്കെയാണ് ഈ ഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ. ഈ സാഹചര്യത്തിൽ സ്വയം ആശ്രയത്വം, സെൽഫ് റിലയൻസ്, അതായത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കുന്ന ഒരു അവസ്ഥ എന്ന ഈ ഗുണം അത്യന്തം പ്രധാനപ്പെട്ടതായി മാറുന്നു. അതിനുള്ള കാരണങ്ങൾ, ഒന്നാമത്തെ കാരണം സ്വയം ആശ്രയത്വം, സെൽഫ് റിലയൻസ് അവരവരുടെ ആത്മാഭിമാനം നിലനിർത്താൻ സഹായിക്കുന്നു. അതായത് മറ്റുള്ളവരെ പൂർണ്ണമായി ആശ്രയിക്കാതെ സ്വന്തം കാര്യങ്ങൾ സ്വയം നിർവഹിക്കാൻ കഴിയുമ്പോൾ ജീവിതത്തോടുള്ള ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. ഞാൻ ഇന്നും സ്വയം കഴിവുള്ളവനാണെന്ന ബോധം മാനസിക ആരോഗ്യത്തിന് വലിയ പിന്തുണയാണ് നൽകുന്നത്. രണ്ടാമത്തെ, ഈ സ്വയം ആശ്രയത്വം മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കുന്നു. എല്ലാറ്റിനും മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോൾ ഞാൻ ഒരു ഭാരമാണോ എന്ന ചിന്ത ഉണ്ടാകാം. എന്നാൽ സ്വന്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുമ്പോൾ ഈ ആശങ്കകൾ കുറയുകയും മനസ്സ് കൂടുതൽ സമാധാനപരമാവുകയും ചെയ്യുന്നു. മൂന്നാമത്തത്, ശാരീരിക ആരോഗ്യം നിലനിർത്തുന്നതിലും സ്വയം ആശ്രയത്വം സഹായകമാണ്. ദിവസേനയുള്ള ചെറിയ ജോലികൾ, നടക്കൽ, വീട്ടുപണികൾ തുടങ്ങിയവ ശരീരത്തെ സജീവമായി നിലനിർത്തുന്നു. ഈ സജീവമായ ജീവിതശൈലി, നമ്മളെപ്പോഴും ആക്റ്റീവായിരിക്കുന്ന ഈ ജീവിതശൈലി പല രോഗങ്ങളെയും അകറ്റി നിർത്താൻ സഹായിക്കുന്നു. നാലാമതായി, ഈ സ്വയം ആശ്രയത്വം ജീവിതത്തിൽ അർത്ഥബോധം നൽകുന്നു. ഒരു ലൈഫിന് ഒരു അർത്ഥമുണ്ടെന്ന് മനസ്സിലാകുന്നു. 60-ന് ശേഷവും സമൂഹത്തിനും കുടുംബത്തിനും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമ്പോൾ ജീവിതത്തിന് ഒരു ലക്ഷ്യവും സന്തോഷവും ഉണ്ടാകും. അതുപോലെ അനുഭവ സമ്പത്ത് പങ്കുവയ്ക്കുക, ചെറിയ സാമൂഹ്യ സേവനങ്ങളിൽ പങ്കെടുക്കുക തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. അവസാനമായി, 60-ന് ശേഷമുള്ള ജീവിതം അവസാന ഘട്ടമല്ല. ആളുകൾ പൊതുവെ ധരിച്ചിരിക്കുന്നത് റിട്ടയർ ആയാൽ പിന്നെ ലൈഫ് തീർന്നതാണ്. ആക്ച്വലി
ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ലൈഫിൻ്റെ എൻജോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 60 ശേഷമാണ്. മറിച്ച് അതുകൊണ്ട് ഇതൊരു പുതിയ തുടക്കമാകണം. ഈ തുടക്കം സന്തോഷകരവും ആത്മവിശ്വാസപൂർണവുമാക്കാൻ സ്വയം ആശ്രയത്വം അനിവാര്യമാണ്. നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ഇതൊന്നും നമുക്ക് ലഭ്യമാവുകയില്ല. ശരീരവും മനസ്സും കഴിയുന്നത്ര സ്വതന്ത്രമായി നിലനിർത്തുമ്പോൾ വയസ്സ് നമുക്ക് ഒരു തടസ്സമാകുന്നില്ല. മറിച്ച് നമ്മുടെ അനുഭവങ്ങൾ സമ്പത്തായി മാറും. അപ്പം 60 ശേഷമുള്ള ജീവിതത്തിൽ റിട്ടയർമെൻറ്റ് ലൈഫ്, സ്വയം ആശ്രയത്വം, മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ തന്നെ ഈ ഹെൽത്തി ആയിരിക്കുമ്പോൾ അതൊക്കെ ചെയ്തു വയ്ക്കുക. അത് നമ്മുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കും, മാനസിക സമാധാനം കിട്ടും, ശാരീരിക ആരോഗ്യം, ജീവിതത്തെ സന്തോഷമാക്കി കൊണ്ടുപോകുന്നതിന് സഹായിക്കും. ഒരു ശക്തമായ അടിത്തറ ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ സ്വയം ആശ്രയത്വം വളർത്തിക്കൊള്ളുന്നത് ഓരോരുത്തർക്കും അനിവാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രായങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുക.